ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാനിന്ന് കൊഞ്ച് റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. അതിന് മുമ്പായിട്ട് നിങ്ങൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്ത് തരണേ. അപ്പോൾ ഉണ്ടാക്കുന്നത് കാണാം. ഞാൻ നേരെ വണ്ടി എടുത്ത് നേരെ ചന്തയിലോട്ട് പോയി. ചന്തയിലോട്ട് പോയപ്പോൾ ഒരുപാട് മീനുകളൊക്കെ ഉണ്ട് കേട്ടോ. എനിക്കറിയാവുന്നതും അറിയാത്തതുമായിട്ടുള്ള കുറച്ച് മീനുകളൊക്കെ ഉണ്ടായിരുന്നു. കുറച്ചല്ല, കുറച്ചധികം. എന്നിട്ട് ഞാൻ നേരെ പോയി കൊഞ്ചൊക്കെ മേടിച്ചു. എന്നിട്ട് വീട്ടിൽ കൊണ്ടുവന്ന് അത് നല്ലപോലെ വൃത്തിയാക്കിയതിന് ശേഷം കയ്യോടെ മസാല എല്ലാം പുരട്ടി വെച്ചു. മസാലയായിട്ട് ഞാൻ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ് ഇത്ര ഇട്ട് പുരട്ടി ഞാൻ 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചു കേട്ടോ. അതിന് ശേഷം സവാള എല്ലാം അരിഞ്ഞ്, ഞാൻ 2 വലിയ സവാള എടുത്ത് അരിഞ്ഞായിരുന്നു. സവാള എല്ലാം അരിഞ്ഞ് അത് മാറ്റി വെച്ചു. അപ്പോൾ കുറച്ച് ക്ഷീണിച്ചുകൊണ്ട് കുറച്ച് പൈനാപ്പിൾ ജ്യൂസൊക്കെ കുടിച്ചിട്ട് എഗെയിൻ അടുത്ത ചതയ്ക്കാനുള്ള സാധനങ്ങളൊക്കെ എടുത്ത് കേട്ടോ. വെളുത്തുള്ളി, കൊച്ചുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇതെല്ലാം ചതയ്ക്കുക. പിന്നെ കടായിൽ എണ്ണ ചൂടാക്കിയതിന് ശേഷം കൊഞ്ചെല്ലാം ഇട്ട് കൊടുത്ത് അത് നല്ല രീതിക്ക് മൂത്തൊക്കെ വന്നതിന് ശേഷം അത് വാരിയിട്ട് അതേ എണ്ണയിൽ സവാള ഇട്ട് വഴറ്റുക. സവാള നല്ലപോലെ വഴണ്ട് വരണം. ഞാൻ കുറച്ച് പച്ച പെരിഞ്ചീരകം ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു, പൊടിയില്ലാത്തതുകൊണ്ട്. എന്നിട്ട് വീണ്ടും കുറേ നേരം അടച്ചു വെച്ചിട്ട് ഞാൻ നേരെ പോയി പപ്പയ്ക്ക കഴിക്കാൻ വേണ്ടി പോയി കേട്ടോ. പപ്പയ്ക്ക കഴിച്ച് വന്നപ്പോഴത്തേക്ക് നല്ലപോലെ റെഡി ആയിട്ടിരിപ്പുണ്ട്. എന്നിട്ട് അതിലോട്ട് ഞാൻ ചതച്ച ഐറ്റംസ് എല്ലാം ഇട്ട് കൊടുത്ത് വീണ്ടും വഴറ്റി നല്ലപോലെ വഴറ്റിയതിന് ശേഷം ഇത് നല്ല വഴണ്ട് വന്നതിന് ശേഷം ഞാൻ തക്കാളി ഇട്ട് കൊടുത്തു. ഞാൻ 2 തക്കാളി, 2 മീഡിയം തക്കാളി, മീഡിയം നല്ല ചെറിയ തക്കാളി അതിട്ടോട്ട് നല്ലപോലെ വഴറ്റി അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് കൊണ്ട് അടച്ച് വെച്ചപ്പോഴത്തേന് നാച്ചുറലായിട്ടുള്ള വെള്ളം വന്നു. നല്ലപോലെ വഴറ്റിയതിന് ശേഷം മസാലകൾ ഞാൻ ചിക്കൻ മസാലയാണ് എക്സ്ട്രാ ആയിട്ട് ചേർത്തിട്ടുള്ള മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ചിക്കൻ മസാല ഇത്രയേ ഉള്ളൂ ചേർത്ത്. നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കണം കേട്ടോ. എന്നിട്ട് ചേർത്തിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കുക. ഇതിൻ്റെ പച്ച ഒരു കുത്തുണ്ടല്ലോ, അത് മാറുന്നത് വരെ നല്ലതുപോലെ വഴറ്റി എടുക്കുക. ഇതിൽ വെള്ളം ഒന്നും ചേർക്കരുത്. നല്ലപോലെ വഴറ്റിയെടുത്തതിന് ശേഷം നമ്മൾ പൊരിച്ച് വെച്ചിരിക്കുന്നത് കൊഞ്ചെടുത്ത് തട്ടുക. കൊഞ്ച് തട്ടിയതിന് ശേഷം കുറച്ച് നേരം അടച്ച് വെച്ചങ്ങ് വേവിക്കണം. വേവിച്ചതിന് ശേഷം വീണ്ടും തുറന്ന് ശകലം നമ്മൾ കയ്യിൽ കുറച്ച് വെള്ളം എടുത്ത് കുടഞ്ഞു കൊടുക്കണം. അപ്പം കരിയാത്ത രീതിക്ക് നമുക്ക് കിട്ടും. എന്നിട്ട് കറിവേപ്പിലേക്ക് ഇട്ടതിന് ശേഷം ഞാൻ അടച്ച് വെച്ച് വെള്ളം നാച്ചുറലായിട്ട് തന്നെ വരും. അപ്പോൾ ഇത്രയേ ഉള്ളൂ, കൊഞ്ച് റോസ്റ്റ് കഴിഞ്ഞിരിക്കുന്നു. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഞാൻ അപ്പത്തിൻ്റെ കൂടെ കഴിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും. ഓക്കെ, ബൈ.